ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മളിന്ന് പഠിക്കുന്നത് ദേശീയ വരുമാനം. എന്താണ് ദേശീയ വരുമാനം? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എസ്സേ ആയിട്ട് വരുന്നതാണത്. ദേശീയ വരുമാനം എന്താണെന്ന് ഉള്ളത് 2 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ടും അത് കണക്കാക്കുന്ന രീതികൾ, അതിൻ്റെ ഇക്വേഷൻസ് അതൊക്കെ എസ്സേ ആയിട്ടും വരും. ഈ ഇക്വേഷൻസിൽ ഓരോന്ന് ഡാഷ് ഇട്ട് തന്നിട്ട് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കും. ഒരു രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ അന്തിമ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് ദേശീയ വരുമാനം. എന്താണ്? ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം മൂല്യത്തെയാണ് എന്ത് പറയുന്നത്? ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് 3 രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഉൽപ്പാദന രീതി. ഒരു നിശ്ചിത കാലയളവിൽ ഒരു രാജ്യത്തെ വിവിധ ഉൽപ്പാദന മേഖലകളിൽ, ഒരു രാജ്യത്തിന് എത്ര ഉൽപ്പാദന മേഖലകളുണ്ടാവും? പ്രധാനമായിട്ടും 3 എണ്ണം: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറീഷ്യറി. പ്രൈമറി എന്ന് പറയുമ്പോൾ അത് പ്രാഥമികം, അടുത്തത് ദ്വിതീയം, തൃതീയം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഈ ഓരോ മേഖലകളിലുമുള്ള യൂണിറ്റുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം, ഫൈനൽ ഗുഡ്സിൻ്റെ മൂല്യം കണക്കാക്കി അത് ടോട്ടൽ ചെയ്യുന്ന രീതിയാണ് ഉൽപ്പാദന രീതി എന്ന് പറയുന്നത്. ഇവിടെ 3 സ്റ്റെപ്പാണ്. ആദ്യം തന്നെ സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദന യൂണിറ്റുകളിൽ തരംതിരിക്കും. പിന്നെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ തന്നെ ആ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളത് നമ്മൾ എല്ലാവരും ആഡ് ചെയ്യും. എന്താണ് ആ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റുകളെല്ലാം ആ രാജ്യത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെയും മൂല്യം ആഡ് ചെയ്യും. അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് വരുന്ന മൂല്യം കൂടി ആഡ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ദേശീയ വരുമാനം കിട്ടുള്ളൂ. അതാണ് ഫസ്റ്റ് മെത്തേഡ്, ഉൽപ്പാദന രീതി. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ദേശീയ വരുമാനത്തെ സൂചിപ്പിക്കുന്നത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്നാണ്. എന്താണ് NNP? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. നാഷണൽ എന്ന് പറഞ്ഞാൽ രാജ്യത്ത്. അപ്പോൾ നെറ്റായിട്ട് നമുക്ക് മൊത്തം കിട്ടുന്ന വരുമാനത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാം കുറയ്ക്കാനുള്ളതൊക്കെ കുറച്ചൊക്കെ കിട്ടുന്ന വരുമാനം. അപ്പോൾ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ദേശീയ വരുമാനം. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് മെത്തേഡിൽ NVA പ്ലസ് NFIA മൈനസ് NIT. എന്താണ് NVA? നെറ്റ് വാല്യൂ ആഡഡ്. എന്താണ്? നെറ്റ് വാല്യൂ ആഡഡ് എന്നാണ് NVA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്ലസ് NFIA എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അതായത് നമ്മുടെ രാജ്യത്ത് കിട്ടുന്ന നെറ്റ് പ്രൊഡക്റ്റിൻ്റെ ഒപ്പം പുറത്തുനിന്ന് വരുന്ന എബ്രോഡ്, അതായത് പുറത്തുനിന്ന് വരുന്ന ഇൻകം കൂടി കൂട്ടുക. അതിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ട ടാക്സ് കുറയ്ക്കുക. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, ആ ടാക്സ് കുറയ്ക്കുക. അതാണ് NIT. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നാഷണൽ ഇൻകം കിട്ടും. ഇനി ഈ NVA കണ്ടുപിടിക്കണത് എങ്ങനെയാണ്? ഗ്രോസ് വാല്യൂ ആഡഡിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. എപ്പോഴും നെറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്, അതായത് ഫസ്റ്റ് ലെറ്റർ N, ആ N വരണമെങ്കിൽ ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. എപ്പോഴും ഗ്രോസ് വാല്യൂവിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് നെറ്റ് വാല്യൂ കിട്ടും. അത് പഠിച്ചിരിക്കുക. ഗ്രോസ് വാല്യൂ ആഡഡിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് വാല്യൂ ആഡഡ് കിട്ടും. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഗ്രോസ് വാല്യൂ ഗ്രോസ് എന്നുള്ള വാല്യൂവിനെ നെറ്റാക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് കുറയ്ക്കണം? ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. അപ്പോൾ GVA എന്ന് പറഞ്ഞാൽ ഗ്രോസ് വാല്യൂ ആഡഡ്, NVA എന്ന് പറഞ്ഞാൽ നെറ്റ് വാല്യൂ ആഡഡ്. അങ്ങനെ കിട്ടുന്ന നെറ്റ് വാല്യൂ ആഡഡിൻ്റെ ഒപ്പം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, പുറത്തുനിന്ന് വരുന്ന ഇൻകം കൂട്ടുക, ഇൻഡയറക്റ്റ് ടാക്സ് ഉള്ളത് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്, അതായത് നാഷണൽ ഇൻകം കിട്ടും. ഇതാണ് ഫസ്റ്റ് മെത്തേഡിൽ വരുന്ന ഇക്വേഷൻ. രണ്ടാമത്തത് വരുമാന രീതി, ഇൻകം മെത്തേഡ്. രാജ്യത്തെ ഉൽപ്പാദന പ്രക്രിയയിൽ പങ്കാളികളാകുന്ന തൊഴിലാളികൾക്കും ഉടമകൾക്കും ലഭിക്കുന്ന ആകെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കണക്കാക്കുന്നത്. നമുക്കറിയാം ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? നമ്മൾ പഠിച്ചേക്കണേ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അപ്പോൾ ലാൻഡിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? റെൻറ്റ് കിട്ടും. ക്യാപിറ്റലിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടും. ലേബറിന് വേജസ് കിട്ടും. അതുപോലെ ഓർഗനൈസേഷന് ലാഭം കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഉൽപ്പാദന പ്രക്രിയയിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആകെത്തുകയാണ് വരുമാന രീതി അനുസരിച്ച്
നാഷണൽ ഇൻകം കണക്കാക്കുന്ന മെത്തേഡ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് NDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. അതായത് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കാണാൻ ഈ മെത്തേഡിൽ ഇക്വേഷൻ എന്താണ്? W + R + I + P. W എന്താണ്? വേജ്. R എന്ന് പറഞ്ഞാൽ റെൻറ്റ്, I എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, P എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് NDP അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടും. നമ്മൾക്ക് ദേശീയ വരുമാനമാണ് വേണ്ടത്. ദേശീയ വരുമാനത്തിന് നമ്മൾ പറയണത് എന്താണ്? NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. അപ്പോൾ NDP എന്നുള്ളതിൻ്റെ ഡീനെ നമ്മൾ എന്താക്കണം? N ആക്കണം, നാഷണൽ ആക്കണം. ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനെ നാഷണൽ പ്രൊഡക്റ്റ് ആക്കണമെങ്കിൽ എന്ത് കൂട്ടണം? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടണം. ഓർത്തിരിക്കുക, ഗ്രോസിനെ നെറ്റ് ആക്കണമെങ്കിൽ ഡിപ്രീസിയേഷൻ കുറയ്ക്കണമെന്ന് ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞു. GVA അല്ലെങ്കിൽ GDP അതിനെ NVA അല്ലെങ്കിൽ NDP ആക്കണമെങ്കിൽ, അതായത് ഗ്രോസ് ആദ്യം കിടക്കണ G എന്നുള്ള വാക്കിനെ നെറ്റാക്കി മാറ്റണമെങ്കിൽ ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. അതുപോലെ തന്നെ നടുക്കുള്ള D എന്നുള്ള വാക്കിനെ, ഡൊമസ്റ്റിക് എന്നുള്ള വാക്കിനെ നാഷണൽ എന്നുള്ള വാക്കിലേക്ക്, അതായത് നാഷണൽ ആക്കണമെങ്കിൽ, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനെ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആക്കണമെങ്കിൽ എപ്പോഴും എന്ത് കൂട്ടണം? ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. കാരണം ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യണതാണ്. അതിൻ്റെ ഒപ്പം പുറത്തും കൂടി ഉള്ളത് വരുമ്പോഴാണ് നമ്മുടെ നാഷണൽ ആയിട്ടുള്ള മൊത്തത്തിലുള്ള വരുമാനം ആവുകയുള്ളൂ. അപ്പോൾ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റിൻ്റെ ഒപ്പം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദേശീയ വരുമാനം കിട്ടും. അപ്പോൾ NFI എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അപ്പോൾ ഈ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ വേജും റെൻറ്റും ഇൻട്രസ്റ്റും പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്ത് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കും. അതിൻ്റെ ഒപ്പം ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടുമ്പോൾ നമുക്ക് ദേശീയ വരുമാനം കിട്ടും. ഇനി നമ്മൾ ഏറ്റവും പ്രധാനം ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് മൂന്നാമത്തെ മെത്തേഡാണ് ചെലവ് രീതി. ഒരു വർഷം കൊണ്ട് രാജ്യത്തെ പൗരന്മാർ, ബിസിനസ്സുകൾ, അതുപോലെ സർക്കാർ എന്നിവർ നടത്തുന്ന മൊത്തം ചിലവുകളുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം അളക്കുന്ന രീതിയാണ് ചെലവ് രീതി. അതായത് ഉപഭോഗം, കൺസംഷൻ, നിക്ഷേപം, അതുപോലെ തന്നെ സർക്കാർ ചെലവുകൾ, കയറ്റുമതി, ഇറക്കുമതി എന്നിവ ഇതിൽ വരുന്നു. അപ്പോൾ ഇത് എല്ലാനും കൂടി ആഡ് ചെയ്യുന്നതാണ് എന്ത്? ചെലവ് രീതി അനുസരിച്ച് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യണത്. അതെങ്ങനെയാണ് കിട്ടുന്നത്? C + I + G + X - M. X എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, ഇറക്കുമതി. ഇതിൻ്റെ അറ്റാദായം, അതായത് എക്സ്പോർട്ടിൽ നിന്ന് ഇമ്പോർട്ട് കുറച്ച് കിട്ടുന്ന തുകയാണ് നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ C എന്ന് പറഞ്ഞാൽ കൺസംഷനാണ്, അതായത് നമ്മൾക്ക് വരുന്ന ഉപഭോഗ ചെലവ്. I എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, G എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്പെൻഡിങ്, X എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട്, I എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട്. അപ്പോൾ I അല്ല M ആണ് കേട്ടോ ഇമ്പോർട്ട്. X - M എന്നല്ല, ആ M ആണ് ഇമ്പോർട്ട്. ഇവിടെ ടൈപ്പ് ചെയ്ത് തെറ്റിപ്പോയതാണ്. M ഇമ്പോർട്ട്. ഇനി ഈ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസിനെ ആദ്യം ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആക്കണം. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനെ നാഷണൽ പ്രൊഡക്റ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് അത് നമുക്ക് കിട്ടി. എങ്ങനെ? C + I + G + X - M ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും. അതിൻ്റെ ഒപ്പം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടി. അപ്പോഴും ഗ്രോസ് ആയിട്ടുള്ളൂ കേട്ടോ, നെറ്റിലേക്ക് വന്നിട്ടില്ല. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനെ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആക്കി. അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനെ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആക്കിയത് എന്ത് വെച്ച് ആഡ് ചെയ്തപ്പോഴാണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്തപ്പോഴാണ്. നമ്മൾക്ക് വേണ്ടത് എന്താണ്? ദേശീയ വരുമാനമാണ്. അത് എന്താണ്? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. അപ്പോൾ നമ്മളത് എങ്ങനെ ചെയ്യണം? GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് നമുക്കിവിടെ കിട്ടി. GNP അറ്റ് ഫാക്ടർ കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം, അതുപോലെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സും കുറയ്ക്കണം. ഡിപ്രീസിയേഷൻ കുറയ്ക്കണം, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് മാർക്കറ്റ് പ്രൈസാണ് ആദ്യം തന്നേക്കണേ. ഈ മാർക്കറ്റ് പ്രൈസിനെ ഫാക്ടർ കോസ്റ്റ് ആക്കണമെങ്കിൽ
ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കണം. മാർക്കറ്റ് പ്രൈസിനെ ഫാക്ടർ കോസ്റ്റ് ആക്കണമെങ്കിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കണം. അപ്പോൾ GNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുമ്പോൾ GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടും. GNP അറ്റ് ഫാക്ടർ കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടും. ഇങ്ങനെ നമ്മൾ ഓരോന്നും കണക്ട് ചെയ്ത് വേണം ഇവിടെ പഠിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് 3 പ്രധാനപ്പെട്ട രീതികൾ. അപ്പോൾ അത് 3ഉം കൂടി ഉള്ളൊരു ഇക്വേഷൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. 3 രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. ചെലവ് രീതി കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പ്ലസ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് പ്ലസ് NFIA നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അത് കൂട്ടിയിട്ട് ഡിപ്രീസിയേഷനും നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് NNP ആയിട്ട് ഫാക്ടർ കോസ്റ്റ് കിട്ടും. അത് ചെലവ് രീതി, നമ്മളിപ്പോൾ പറഞ്ഞ മെത്തേഡ്. വരുമാന രീതിയിൽ വേജ്, റെൻറ്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റും NFIയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആയിട്ട് ഫാക്ടർ കോസ്റ്റ്, അതായത് ദേശീയ വരുമാനം കിട്ടും. ഉൽപ്പാദന രീതിയിലും നെറ്റ് വാല്യൂ ആഡഡിൻ്റെ ഒപ്പം NFIയെ കൂട്ടിയിട്ട് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് NNP ആയിട്ട് ഫാക്ടർ കോസ്റ്റ് കിട്ടും. അപ്പോൾ നന്നായി പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണത്.